ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഡേ 8 തിങ്കളാഴ്ച മൺഡേ എപ്പിസോഡാണ് ബിഗ് ബോസ് സീസൺ 7 മലയാളം. ഒരു പുലർച്ചെ 4:50 ടെലികാസ്റ്റ് എപ്പിസോഡിൽ തുടങ്ങിയത്. സോ അതിൽ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു ജിസേൽ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊന്നും. ഒരു കാര്യം ഉറപ്പാണ്, സ്റ്റിൽ ജിസേൽ ഹാവ് മെനി തിങ്സ് വിച്ച് ഈസ് നോട്ട് റിട്ടേൺ ടു ബിഗ് ബോസ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ജിസേലിന്റെ കയ്യിലുണ്ട്. ലിപ്സ്റ്റിക് ആയാലും കൺസീലർ ആയി കഴിഞ്ഞാലും വേറെ എന്തൊക്കെയുണ്ട് തിരികെ കൊടുക്കാണ്ട് ഇപ്പോഴും കയ്യിൽ വെച്ച് യൂസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആക്ച്വലി ജിസേലിന് എന്താ കൊമ്പുണ്ടോ? ഷീ പക്ക റൂൾ വയലേഷൻ ആണ് ജിസേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഗുഡ് ആക്ച്വലി. ലാലേട്ടൻ പറഞ്ഞു, ബിഗ് ബോസ് പറഞ്ഞു, എന്നിട്ടും ഇപ്പോഴും റൂൾസ് വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിസേൽ. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ ലിപ്സ്റ്റിക്കും മേക്കപ്പും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് അവർ ബിഗ് ബോസിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് ജിസേൽ എന്താണെന്ന് അറിയില്ല, സ്റ്റിൽ ഷീസ് യൂസിങ് ലിപ്സ്റ്റിക്. അതേപോലെ തന്നെ വേറെ എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്നിട്ട് ഇതൊന്നും ചോദിക്കാൻ ഒരു എന്താണ് ആ ഹൗസ് മേറ്റ്സിലെ ആൾക്കാർക്ക് ജിസേലിനോട് ചോദിക്കാൻ ഒരു പേടി പോലെ. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ജിസേൽ ഭയങ്കര എന്താ പറയാ, എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഭയങ്കര ഒരു അഗ്രസീവ് ആൻഡ് ഭയങ്കര അറഗന്റ് ആറ്റിറ്റ്യൂഡാണ് ജിസേലിന്റെ. ഒരു ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ളൊരു മെന്റാലിറ്റിയിലൊരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് ജിസേലിനെ തോന്നിയത്. പിന്നെ തീരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ് തീരെ അനുസരിക്കാത്തൊരു കോണ്ടസ്റ്റന്റ് ആണ് ജിസേൽ. സോ അതാണ് ഇന്നത്തെ ബിഗ് ബോസ് ഷോ പ്രൊമോയില്. നെവർ ട്രസ്റ്റ് ബിഗ് ബോസ് പ്രൊമോ. ഒരിക്കലും ഒരു ബിഗ് ബോസ് പ്രൊമോയിൽ എന്താ കാണിക്കുന്നത് അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് ബിഗ് ബോസ് ഷോന്റെ എഡിറ്ററിന്റെ ഒരു സ്കില്ലാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്നത് വേറെ ലെവലിലോട്ടായിരിക്കും, പക്ഷെ അതൊന്നും നടക്കുന്നുണ്ടാവില്ല എപ്പിസോഡിൽ വരുമ്പോൾ. നെവർ ട്രസ്റ്റ് ബിഗ് ബോസ് ഷോ പ്രൊമോസ്. എല്ലാവരും വിചാരിച്ച് ബിഗ് ബോസ് നിർത്തി താൽക്കാലികമായിട്ട്. എനിക്കെല്ലാം ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു. ഐ സെഡ് അതൊക്കെ ബിഗ് ബോസിന്റെ ഒരു വലിയ കളിയാണ്. ബട്ട് അത് ദ റീസൺ വൈ ദാറ്റ് ഹാപ്പൻഡ് വാസ് ബിക്കോസ് ഓഫ് ജിസേലിന്റെ റൂൾസ് വയലേഷൻസ് കാരണമാണ്. സോ ഇന്ന് മെയിൻ ആയിട്ട് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് റാങ്കിങ് ചെയ്യണം 1 to 19. അതായത് 100 അതിൽ സെപ്പറേറ്റ് കോണ്ടസ്റ്റന്റ് ആയിട്ട്. സോ 19 അതിൽ എല്ലാവരും അവരേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ബട്ട് സൈഡിൽ അനീഷിന് ഫസ്റ്റ് വേണം എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് വാസ് ക്വൈറ്റ് ഇറിറ്റേറ്റിംഗ്. എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയി തോന്നി. എപ്പിസോഡ് നിങ്ങൾ കണ്ട ആൾക്കാർക്ക് അത് എങ്ങനെ ഫീൽ ചെയ്തോന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഫെൽറ്റ് വെരി ഇറിറ്റേറ്റിംഗ്. അനീഷിന്റെ ഈ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. എപ്പിസോഡ് കാണാനുള്ളൊരു മൂഡ് തന്നെ ഉണ്ടായിരുന്നില്ല. ബട്ട് ബിക്കോസ് ഇറ്റ് വാസ് സോ, നമ്മുടെ മൈൻഡിൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അനീഷ്. അറ്റ്ലീസ്റ്റ് ദേ കുഡ് ഹാവ് പ്ലേഡ് ദാറ്റ് മോർണിംഗ് ടാസ്ക് റാങ്കിങ്ങിൽ 1 മുതൽ 19 വരെ ആൾക്കാരെ റാങ്ക് ചെയ്ത് ആ ഒരു പണിപ്പുറത്തെ ഒരു ടാസ്ക് അവർക്ക് കളിക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് ദേ കുഡ് ഹാവ് ഗോട്ട് സം ഫുഡ് ഓർ സംതിങ്. ബട്ട് സ്റ്റിൽ അനീഷിന്റെ സെൽഫിഷ്നെസ് കാരണം ആ മിഷൻ ഫെയിലായി. മോർണിംഗ് ടാസ്ക് നടന്നില്ല. പണിപ്പുറയിലത്തെ ഒരു റൗണ്ട് ഓഫ് ടാസ്ക് ബിഗ് ബോസ് അനുവദിച്ചില്ല. ദാറ്റ് വാസ് ക്യാൻസൽഡ് മേജർലി ബിക്കോസ് ഓഫ് അനീഷ്. എനിക്ക് അനീഷിന്റെ ഗെയിം പ്ലാനും കാര്യങ്ങളും ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജി അതൊക്കെ വർക്ക് ആവുന്നുണ്ടെങ്കിലും ബട്ട് ഹീ ഈസ് വെരി ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആക്ച്വലി. മൂപ്പരോട് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ബിഗ് ബോസിലോട്ട് വന്നിട്ടുള്ളത്. ബട്ട് ഇതൊരു ബിഗ് ബോസ് ഹൗസ് ആണ്. യു നീഡ് ടു ഡു സം കൈൻഡ് ഓഫ് ടീം വർക്ക് ആസ് വെൽ. മൈൻഡ് ഗെയിം ഇൻഡിവിജ്വൽ ഗെയിം ആയിട്ട് തന്നെ കളിക്കണ്ടേ. ബട്ട് സംടൈംസ് യു നീഡ് ടു തിങ്ക് സ്ട്രാറ്റജിക്കലി. അത് ചിന്തിക്കുന്നില്ല. മൂപ്പറേതായിട്ടുള്ള വഴിയിൽ കൂടെ പോണത്. ഫൈനലായിട്ടുള്ള കിട്ടിയ റിസൾട്ട് എന്താണ്? ഒരു ടാസ്കും നടന്നില്ല. അത് ബിഗ് ബോസ് തന്നെ അത് ക്യാൻസൽ ചെയ്തു. സോ പണിപ്പുറയിലോട്ട് ആരെയും കയറാനും പറ്റില്ല. സോ അതുകൊണ്ട് ഫുഡ് ക്യാൻസലായി, അവരേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്യാൻസലായി. അത് അത് കഴിഞ്ഞിട്ട് എന്താണ് റീന ഫാത്തിമ ആൻഡ് അനീഷ് എന്താ മറ്റേ ചെയർ കൊണ്ടിട്ട് റീന ഫാത്തിമ കാൽമ തട്ടി. ബട്ട് റീന ഫാത്തിമ അത് പിന്നെ കരച്ചൽ ഡ്രാമ ഉണ്ടായി. കർച്ചൽ ഡ്രാമ തന്നെയാണ്. കാരണം വിത്തിൻ സെക്കൻഡ്സ് ആണ് മൂപ്പള മുഖം മാറിയത്. സോ അതൊരു കർച്ചൽ ഡ്രാമ ആണ്. അനീഷ് പറഞ്ഞ പോലെ തന്നെ ഒരു കർച്ചൽ ഡ്രാമ ട്രൈ ചെയ്യാൻ നോക്കി, പക്ഷെ അത് സക്സസ് ആയില്ല ഫ്രം റിന ഫാത്തിമ.
പിന്നെ വർക്ക് ഡിവൈഡിങ് ഷാനവാസ് ക്യാപ്റ്റൻ എന്നതിൽ എല്ലാവർക്കും കിച്ചൺ ബാത്റൂം വെസൽ എല്ലാവർക്കും ഓരോരോ പണി ഓരോ ആൾക്കാരെ ഡിവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ന്യൂ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പണിപ്പുറങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അസൈൻ ചെയ്യണം. സോ അതൊക്കെ ഡിവൈഡ് ചെയ്തു. പിന്നെ പിന്നെ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും ഒരു വിങ് പോലത്തെ സാധനം, ഒരു ബ്ലൂ കളർ സാധനം, സൂപ്പർമാൻ്റെ പോലെ സാധനം വെയർ ചെയ്തിട്ടുണ്ട്. അത് എന്താണ് ബേസിക്കലി ബിഗ് ബോസിന്റെ ഒരു ഇതാണ്, ഒരു പണിയാണ് ആക്ച്വലി. എവറി ടൈം ദേ ഷുഡ് വെയർ ഇറ്റ്. അത് എന്നിട്ട് വിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഫ്രീസ് ചെയ്യണം. അത് ഫ്രീസ് ചെയ്തില്ലെങ്കിൽ എത്ര 2 സെക്കൻഡ്സ് ഓഫ് ടൈം എന്താണ് പണിപ്പുറയിലോട്ട് കയറുന്നത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ അത് ഒരു നെക്സ്റ്റ് പണിയാണ് ഫ്രം ബിഗ് ബോസ്. ദാറ്റ് ആക്ച്വലി ആ സാധനം കൊള്ളാം, സൂപ്പർമാൻ്റെ പോലത്തെ ഒരു സാധനം വിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് വീക്ക് എവിക്ഷൻ, ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ് കൊള്ളാമായിരുന്നു ആക്ച്വലി. മിഡ് വീക്ക് എവിക്ഷൻ എനിക്ക് തോന്നുന്നത് മലയാളം സീസണിൽ ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു. ദിസ് ഈസ് എ ഫസ്റ്റ് ടൈം ഇൻ മലയാളം. ഈ 7 സീസണിൽ ഫസ്റ്റ് ടൈം ഇതായിരിക്കും മിഡ് വീക്ക് എവിക്ഷൻ. സോ മിഡ് വീക്ക് എവിക്ഷനിൽ എല്ലാവരും വന്നിട്ട് 6 ആൾക്കാരെ സെലക്ട് ചെയ്യണം. സോ അവരേതായിട്ടുള്ള സ്പീച്ച് ചെയ്യണം. ബേസ്ഡ് ഓൺ ദ സ്പീച്ച് എവരി വൺ ഷുഡ് സെലക്ട് ഒരു പേഴ്സണെ സെലക്ട് ചെയ്യണം. അതിലൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ പോയിട്ട് ക്രോസ് ഇടണം. സോ 6 ആൾക്കാരെ സെലക്ട് ചെയ്തു. അതിൽ 6 ആൾക്കാർ എന്ന് പറഞ്ഞാൽ അനീഷ്, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനീഷ്, റീന ഫാത്തിമ, ഓനിയൽ, കലാഭ ശാരിക, പിന്നെ രേണു, പിന്നെ ശാരിക KB. സോ ദിസ് മിഡ് വീക്ക് എവിക്ഷൻ നടക്കാൻ പോണത് ബിറ്റ്വീൻ ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ആയിരിക്കും. 2 ആൾക്കാർ ഔട്ടാവും ഈ 6 പേരിൽ. അത് ബേസ്ഡ് ഓൺ ഇനി വരുന്ന ദിവസങ്ങളിൽ അവരെ പെർഫോമൻസും ടാസ്ക് അനുസരിച്ചിട്ട് 2 ആൾക്കാർ മിഡ് വീക്ക് എവിക്ഷനിൽ ഔട്ടാവും. ഇത് കഴിഞ്ഞതിൽ തന്നെ അടുത്ത പണിയായിട്ട് ബിഗ് ബോസ് വന്നു, അതായത് വീക്കെൻഡ് എവിക്ഷൻ നോമിനേഷൻ. എല്ലാവരും വന്ന 2 ആൾക്കാരെ പറയണമായിരുന്നു. എല്ലാവരും നോമിനേറ്റ് ചെയ്തു 2 ആൾക്കാരെ, ഓരോ റീസൺസ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. സോ ഏറ്റവും കൂടുതൽ വോട്ട് എനിക്ക് തോന്നിയത് ശൈത്യക്കാണ് കിട്ടിയെന്ന് തോന്നുന്നത്. സോ ഓൾമോസ്റ്റ് 9 ആൾക്കാർ ഈ വീക്കെൻഡ് നോമിനേഷനിലുണ്ട്. സോ 9 പ്ലസ് മിഡ് വീക്ക് എവിക്ഷനിൽ 6, പിന്നെ അക്ബർ ആൻഡ് ഷാനവാസ് 2. സോ ഓൺലി സേഫ് കോണ്ടസ്റ്റന്റ് ഈസ് അഭിലാഷ്. ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട്. മിഡ് വീക്കിൽ എന്താണ് ബിറ്റ്വീൻ ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ബിഗ് ബോസ് പറഞ്ഞത് 2 ആൾ ഔട്ട് ആവുന്നതാണ്. സോ ബേസിക്കലി അവിടുന്ന് 2 ആൾ പോകും, വീക്കെൻഡിൽ 1 ആൾ പോകും. സോ ഈ ഒരു വീക്കെൻഡിൽ മോസ്റ്റ്ലി 3 ആൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിവേ ഇൻട്രസ്റ്റിംഗ് ആണ് ബിഗ് ബോസ് സീസൺ 7. ടുവേർഡ്സ് ദ നൈറ്റിൽ വലിയ കോണ്ടന്റ് കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അക്ബർ, ബിൻസി, പപ്പാണി ശരത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ നത്തിങ് ഇൻട്രസ്റ്റിംഗ്. ബിഗ് ബോസിന്റെ ഇതിന്റെ പണികൾ തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ അട്രാക്റ്റീവ് ആക്ച്വലി. അല്ലാണ്ട് വേറെ ഗെയിമും കോണ്ടന്റ് ഒന്നും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. സോ വരും ദിവസങ്ങളിൽ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ബിഗ് ബോസ് ഷോ ആയിരിക്കും. വിൽ സി വാട്ട് ഹാപ്പൻസ്. 3 ആൾക്കാർ ഈ ഒരു വീക്കെൻഡിൽ എന്തായാലും ഔട്ടാവും. വിൽ സി ഹൂ ഇറ്റ് വിൽ ബി. ഗുഡ് നൈറ്റ്.